ഞങ്ങളിത് തുടങ്ങുന്ന സമയത്ത് ഈ പ്രൊഡക്റ്റുകൾക്കകത്ത് പല രീതിയിലുള്ള പ്രൊഡക്ട്സ് വരുന്നുണ്ടായിരുന്നു. ഇന്ന് ഉള്ളതുപോലെയല്ല. 25 വർഷം മുമ്പ് അന്ന് ഗ്രേ മാർക്കറ്റ് ഒക്കെ വളരെ സജീവമായിരുന്നു. അതായത് ഇത് വിത്തൗട്ട് ബില്ലിൽ ടാക്സ് ഇല്ലാതെ പാരലൽ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ധാരാളം സ്പെയർ പാർട്സ് ഉണ്ടായിരുന്നു കമ്പ്യൂട്ടറിന് അന്ന്. ഞങ്ങൾ അന്ന് തന്നെ എടുത്തൊരു കോളാണ് അതിൽ ലാഭം കൂടുതലാണ്. അങ്ങനെ ചെയ്താൽ നമുക്ക് ആ ടാക്സും എല്ലാം ലാഭം ഒത്തിരി കിട്ടും. പക്ഷെ ഞങ്ങൾ അന്ന് തന്നെ ലാഭം കുറവാണെങ്കിലും ഒറിജിനലായിട്ട് ഇപ്പം ഇന്റൽ എന്ന് പറഞ്ഞ പ്രോസസ്സർ ഇന്റൽ കമ്പനി എവിടെ നിന്നാണോ എടുക്കാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഓതറൈസ്ഡ് ആയിട്ടുള്ള പ്ലേസിൽ നിന്ന് മാത്രമേ ഞങ്ങൾ എടുക്കുള്ളായിരുന്നു. അത് ഓരോ പ്രൊഡക്റ്റുകളും അത് അന്ന് തുടങ്ങി ഇന്ന് വരെ അത് ഞങ്ങളത് ചെയ്യാൻ കാരണം ഒന്ന് ഇതിൽ വാറണ്ടി പോലുള്ള വാറണ്ടി വളരെ ക്രിട്ടിക്കലാണ് ഇലക്ട്രോണിക്സ് പ്രൊഡക്റ്റിനകത്ത്. അപ്പം ജെന്യുവൻ ആയിട്ടുള്ള സോഴ്സിൽ നിന്നും കമ്പനി പറഞ്ഞിരിക്കുന്ന സോഴ്സിൽ നിന്നും വാങ്ങിയ കസ്റ്റമർക്ക് വാറണ്ടിക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ല. പിന്നെ ഡെഫിനറ്റ്ലി അതിന്റെ പെർഫോമൻസിലാണെങ്കിലും ആ ഒപ്റ്റിമം പെർഫോമൻസ് കിട്ടണമെങ്കിൽ എപ്പോഴും ആ ഒറിജിനൽ പ്രോഡക്ട്സുമായിട്ട് തന്നെ അത് അന്ന് ഓൾമോസ്റ്റ് 50% ഒക്കെ ഗ്രേ മാർക്കറ്റ് ഓടിയിരുന്നു ആ കാലഘട്ടത്തിൽ 99-ലൊക്കെ. പക്ഷെ ഞങ്ങൾ അന്നും 100%ഉം ലാഭം കുറവാണെങ്കിലും ആ ജെന്യുവൻ ആയിട്ടുള്ള പ്രോഡക്ട്സ് ജെന്യുവൻ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് മാത്രമേ ഉൽപ്പന്നങ്ങൾ വാങ്ങിയിരുന്നുള്ളൂ. ഇപ്പോഴും അത് തുടരുകയാണ്. ഇപ്പൊ മാർക്കറ്റ് ഓൾമോസ്റ്റ് അങ്ങനെ എല്ലാവരും അങ്ങനെ ചെയ്യുന്നതിലേക്ക് എത്തിക്കഴിഞ്ഞു. കാരണം കസ്റ്റമർ അവയർനെസ് വളരെയധികം ഉണ്ട്. ഇത് മാത്രമല്ല ഗ്രേ മാർക്കറ്റ്സ് ഒക്കെ മാർക്കറ്റിൽ നിന്ന് ഔട്ടായി.